നമ്മൾ ഇന്ന് തിരുനെല്ലി അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരെ മാനന്തവാടിയിൽ പോയി മാനന്തവാടിയിൽ നിന്ന് അവിടെ നിന്ന് നേരെ തിരുനെല്ലിക്ക് ബസ്സുണ്ട് കേട്ടോ. തിരുനെല്ലിക്ക് പോകണമെന്ന് കുറേ നാളായി നമ്മൾ രണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടിക്കറ്റ് എടുത്തു, 86 രൂപയാണ് കേട്ടോ രണ്ടുപേർക്ക്. അപ്പോൾ ഒരാൾക്ക് 43 രൂപ. പിന്നെ കടല ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് നമ്മളൊരാളെ കണ്ടത് കേട്ടോ. ഇതാ ഈ ആനക്കുട്ടനെയാണ് നമ്മൾ കണ്ടത്. ഞാൻ വയനാട്ടുകാരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാട്ടാനേനെ കാണുന്നത്. പിന്നെ ഈ കാടിൻ്റെ അകത്തൂടെയുള്ള യാത്ര നല്ല രസമാട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പാട്ടും കേട്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഫോണിലിതാ റേഞ്ചും ഇല്ലാണ്ടായി. അങ്ങനെ പാട്ട് കേൾക്കാനുള്ള പ്രതീക്ഷയും പോയി. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളോ നോക്കി കുറേ നേരം ഇരുന്നു. അങ്ങനെ ബസ് തിരുനെല്ലി എത്തി. നമുക്ക് അവിടെ ബസ് നിർത്തിയിട്ട് കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ. അപ്പം നമ്മൾ നടക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം നടക്കുകയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നടന്നു. ഇതാണ് കേട്ടോ തിരുനെല്ലി അമ്പലം. ഇന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞാണോ എന്നപ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. നല്ല ഭംഗിയാട്ടോ ആ സ്ഥലമൊക്കെ കാണാൻ. ഫുള്ളും മലകളൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ നമ്മൾ തൊഴുതിറങ്ങി താഴേക്ക് പോയി. താഴത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാട്ടോ. അവിടെയും കുറേ അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ പാപനാശിനിയിലേക്ക് പോവുകയാണ്. ഇതാണ് കേട്ടോ പാപനാശിനി. ഇവിടുന്നാട്ടോ ബലികർമ്മങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ കുറേ പേര് ബലിയിടാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ കണ്ടതിന് ശേഷം താഴേക്ക് പോയി. താഴെയും ഒരു അമ്പലമുണ്ട്. ഈ അമ്പലങ്ങളൊക്കെ കാടിനാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോവാണ്. ഇതാട്ടോ അങ്ങോട്ടേക്കുള്ള വഴി. ഇതാണ് മുന്നേ പറഞ്ഞ അമ്പലം. നമ്മൾ അവിടെയൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളും നോക്കി പിന്നെതാ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കണ്ട് അവിടുന്ന് അരവണിയും വാങ്ങിയിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. താഴേക്ക് പോയിട്ട് ഇവർക്ക് എന്താണ്ടൊക്കെയോ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങി നമ്മൾ ബസ് കാത്തിരിക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നു. നമ്മൾ ബസ് കയറി ഇരുന്നു. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും നല്ലൊരു ചാറ്റൽ മഴ കിട്ടി. ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മാനുകൾ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മാനന്തവാടി എത്തി. അവിടെ കോഫി ഹൗസ് പോയിട്ട് ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്കിഷ്ടമായില്ല കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.